പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതിനിടെ യുദ്ധം ഏകദേശം അവസാനിച്ചെന്ന പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായുള്ള സംഘർഷം 4-5 ആഴ്ചകൾ നീണ്ടുനിൽക്കുമെന്ന് കരുതിയിരുന്നുവെന്നും എന്നാൽ സംഘർഷത്തിൽ അമേരിക്ക വളരെ മുന്നിൽ ആയതിനാൽ യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചെന്നും ട്രംപ് പറഞ്ഞു. CBS ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. യുദ്ധം ഏകദേശം അവസാനിച്ചു. ഇറാന് നാവികസേനയോ ആശയവിനിമയ സംവിധാനങ്ങളോ വ്യോമസേനയോ ഇല്ല. അവർ അയച്ച മിസൈലുകൾ പോലും ചിതറിപ്പോവുകയാണ് ചെയ്തത്. അവരുടെ ഡ്രോണുകൾ എപ്പോഴും നശിപ്പിക്കപ്പെടുകയാണെന്ന് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. സൈനികപരമായി അവരുടെ പക്കൽ ഒന്നും അവശേഷിക്കുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു. ഹോർമൂസ് US ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാന്റെ പരമോന്നത നേതാവായി മുജ്തബ ഖമനിയെ തെരഞ്ഞെടുത്ത സംഭവത്തിൽ തനിക്ക് പ്രതികരിക്കാൻ താൽപര്യമില്ലെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം യുദ്ധം അവസാനിപ്പിക്കണോ വേണ്ടയോ എന്ന തീരുമാനം അമേരിക്കയല്ല ഇറാൻ എടുക്കുമെന്ന പ്രതികരണവുമായി IRGC രംഗത്തെത്തി. ട്രംപിന്റെ പ്രസ്താവന നുണയാണ്. അപമാനകരമായ തോൽവി ഏറ്റുവാങ്ങിയ അമേരിക്കൻ പ്രസിഡന്റ് നേട്ടങ്ങളുണ്ടാക്കിയെന്ന് വരുത്തിത്തീർക്കാൻ ശ്രമിക്കുകയാണ്. ഈ യുദ്ധത്തിന്റെ അവസാനം എപ്പോഴായിരിക്കുമെന്ന് തീരുമാനിക്കുക ഇറാനാണെന്നും IRGC വക്താവ് അലി മുഹമ്മദ് നൈനി പറഞ്ഞു. അമേരിക്കയുടെ ആയുധശേഖരം തീരാൻ പോവുകയാണെന്നും അതിനാൽ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണങ്ങൾ അന്വേഷിക്കുകയാണെന്നുമാണ് IRGC പറയുന്നത്. US ഇറാൻ സംഘർഷത്തിൽ ഇറാന്റെ മിസൈൽ ശേഖരത്തെ അമേരിക്ക തകർത്തുവെന്ന ട്രംപിന്റെ അവകാശവാദവും നൈനി നിഷേധിച്ചു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ആക്രമണകാരികളും അവരുടെ പങ്കാളികളും 1 ലിറ്റർ എണ്ണ പോലും കയറ്റുമതി ചെയ്യില്ല. അതിന് ഇറാന്റെ സായുധസേന അനുവദിക്കില്ല. എണ്ണയുടെ വില നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ വ്യർത്ഥമാണെന്നും അലി മുഹമ്മദ് നൈനി കൂട്ടിച്ചേർത്തു. ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്.